വടകരയിൽ CPM-ൽ നിലനിന്നിരുന്ന വിഭാഗീയത CPM ജില്ലാ സമ്മേളനത്തോടെ മറനീക്കി പുറത്തുവരികയാണ്. CPM-നെതിരെ മുദ്രാവാക്യമുയർത്തി 50ഓളം അണികളാണ് ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഏറെ ജനകീയ അടിത്തറയുള്ള ദിവാകരനെ ഒഴിവാക്കി ഇത്തവണ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ വടകര നഗരസഭാ ചെയർപേഴ്സൺ PK ബിന്ദുവിന് ഡബിൾ പ്രൊമോഷൻ നൽകിയതാണ് പ്രവർത്തകരിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, CPM വടകര സമ്മേളനത്തിൽ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവരുന്നതാണ് കണ്ടത്. ഇന്നലെ അണികൾക്കിടയിൽ നടന്ന പ്രതിഷേധം അത് അണികൾ മാത്രമല്ല, അതിൽ ചില CPM നേതാക്കളുടെ ഒത്താശ കൂടി ഉണ്ടായിരുന്നു. CPM നേതാക്കളും പങ്കെടുത്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഭിന്നത വലിയ രീതിയിൽ തന്നെ പുറത്തുവരുന്ന ഒരു സാഹചര്യം വടകരയിൽ. തീർച്ചയായും, അതായത് ഇത്രയും കാലം CPM-ന് വേണ്ടി കൊടിപിടിച്ച, CPM-ന് വേണ്ടി ഇൻകുലാബ് വിളിച്ച, പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകരാണ് ഇന്നലെ രാത്രി വടകര മണിയൂരിൽ പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അവർ പാർട്ടിക്കെതിരെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച, എല്ലാ രീതിയിലും അണികൾക്കൊപ്പം നിന്ന PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിലായിരുന്നു അണികൾ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വടകര നഗരസഭ അധ്യക്ഷയായിട്ടുള്ള ബിന്ദുവിന് പ്രൊമോഷൻ നൽകിക്കൊണ്ട് ഡബിൾ പ്രൊമോഷൻ നൽകിയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അണികളെ ചൊടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അവർ ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു. എന്നാൽ അന്നൊന്നും തന്നെ നേതാക്കളൊന്നും തന്നെ ഇത് വലിയ രീതിയിലുള്ള മുഖവിലക്ക് എടുത്തിരുന്നില്ല. അത് മുഖവിലക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നലെ വലിയ രീതിയിൽ അണികൾ ഒന്നും രണ്ടും ആയിരുന്നില്ല, 50-ലധികം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ അടക്കമുള്ളവരായിരുന്നു ഇന്നലെ റോഡിൽ പ്രതിഷേധിച്ചത്. പാർട്ടിക്കെതിരെ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, നിലപാടെടുക്കുന്നവരുടെ സ്ഥാനം ഇന്നലെ അവർ വിളിച്ച മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. നിലപാടെടുക്കുന്നവരുടെ സ്ഥാനം പാർട്ടിക്ക് പുറത്താണ് എന്നാണ് അവർ കൃത്യമായി തന്നെ അവരുടെ മുദ്രാവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ CPM എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്ന നിലപാട് അത് നമുക്ക് നേരത്തെ അറിയാം. VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ, അതിന് ഏറ്റവും ഒടുവിൽ VS അച്യുതാനന്ദനെ ഒതുക്കി നിർത്തിയ ഒരു ഉദാഹരണം നമുക്ക് മുന്നിൽ നേരത്തെ തന്നെയുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ അണികളും ഉയർത്തിക്കാണിച്ചിരിക്കുന്നത്. ഈ PK ദിവാകരൻ അത് പാർട്ടി വടകരയിലെ വലിയ ജനസമ്മതനായ ഒരു നേതാവാണ്. മാത്രമല്ല, ഈ അണികൾക്കിടയിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന CPM-ലെ ഒരു നേതാവ് കൂടിയാണ് ഈ PK ദിവാകരൻ. അതുകൊണ്ട് തന്നെയാണ് ഈ PK ദിവാകരന് വേണ്ടിയിട്ട് അണികൾക്കിടയിൽ ഇത്രയധികം ജില്ലാ കമ്മിറ്റിയിൽ എടുക്കാത്തതിന്റെ പേരിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഏരിയ സമ്മേളനങ്ങളൊക്കെ തന്നെ ആദ്യം ആരംഭിച്ചത് ഈ വടകരയിലായിരുന്നു. ഈ സമ്മേളന സമയത്ത് ഈ പാർട്ടിക്ക് 4-അംഗ പാനൽ ഉണ്ടായിരുന്നു. ഈ പാനലിനെതിരെ അവിടെ മത്സരം നടന്നിരുന്നു. അന്ന് ഈ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനൻ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ മത്സരം പാടില്ല എന്നതടക്കമുള്ള കർശന നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ അണികൾ അന്ന് മുഖവിലക്കെടുത്തിരുന്നില്ല. കൃത്യമായി തന്നെ ഈ പാർട്ടി പാനലിനെതിരെ മത്സരം നടന്നു. 168 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 77 വോട്ട് ഈ പാർട്ടിക്കെതിരെ നിന്നവർക്കൊക്കെ തന്നെ ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ പാർട്ടി പാനലിനെതിരെ മത്സരം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ PK ദിവാകരനാണ് എന്നാണ് പുറത്തു വരുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഇതിന്റെ പക തീർക്കുകയാണ് ഇപ്പോൾ ഈ പാർട്ടി ദിവാകരനോട് എന്നതാണ് പറയുന്നത്. അതിന്റെ ദേഷ്യം കൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ രീതിയിലും PK ദിവാകരനെ മാറ്റി നിർത്തുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഈ വടകരയിലെ പാർട്ടിയിലെ ജില്ലാ നേതൃത്വം ഇടപെടും. കാരണം RMP പോലുള്ള രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പിണങ്ങി പുറത്തുപോയി അതിൽ ചേരാനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് നേതൃത്വമൊക്കെ തന്നെ അതിന്റെ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് വരുന്ന വിവരം. എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അണികൾ കൃത്യമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അന്നൊന്നും തന്നെ ഇത് കൃത്യമായി തന്നെ മുഖവിലക്കെടുക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരസ്യമായി തന്നെ പാർട്ടിക്ക് വേണ്ടി അഘോരാന്തം പ്രവർത്തിച്ച അണികൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്ന് പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ അനുനയ നീക്കത്തിലൊന്നും ഈ പാർട്ടി അണികൾ ഈ ഒത്തുതീർപ്പിലേക്കൊന്നും എത്തുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെല്ലാം കൃത്യമായി തന്നെ വടകരയിലെ ഈ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗീയത ഉണ്ട് എന്ന് ഈ ജില്ലാ സമ്മേളനത്തോടു കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
വടകരയിൽ മാത്രമല്ല, നമുക്കറിയാം ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞതോടുകൂടി ആലപ്പുഴ മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പാർട്ടിക്കടുത്ത് വിഭാഗീയത ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ മാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മറച്ചുവെക്കാനുള്ള ഒരു ശ്രമം ഈ നേതാക്കളുടെ ഇടയിൽ നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും സാധിക്കാതെ അതൊക്കെ തന്നെ കൃത്യമായി പുറത്തു വരികയാണ് ഈ വടകരയിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ പാർട്ടിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അണികൾ ഇനിയും പ്രതിഷേധത്തിന് തെരുവിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.